കേരളത്തിന്റെ നിയുക്ത ഗവർണറായി രാജേന്ദ്ര അർലേക്കർ ഇന്ന് തലസ്ഥാനത്തെത്തും. പുതുവർഷത്തിൽ അനന്തപുരിയിലെത്തുന്ന രാജേന്ദ്ര അർലേക്കർ നാളെ ചുമതലയേൽക്കും. കേരളത്തിലെ 23ാമത്തെ ഗവർണറാണ് രാജേന്ദ്ര അർലേക്കർ. ശാലിനി ചേരുന്നു. ശാലിനി, എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ പുതുവർഷം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകപ്പെട്ട ദിവസമാണ് ഇന്ന്. സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ ചുമതലയുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോയതിന് തൊട്ടു പിന്നാലെ നിയുക്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ന് കേരളത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി ഔദ്യോഗികമായി അദ്ദേഹം കേരളത്തിലേക്ക് എത്തും. തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ, വിവിധ മന്ത്രിമാർ, ജില്ലാ കളക്ടർ, തിരുവനന്തപുരം നഗരസഭ മേയർ, ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ചേർന്ന് അദ്ദേഹത്തിനെ ഇന്ന് സ്വീകരിക്കുകയും ചെയ്യും. നാളെയാണ് ഔദ്യോഗികമായി ചുമതലയേൽക്കൽ ചടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക. രാജ്ഭവനിൽ തന്നെ ഒരുക്കിയിട്ടുള്ള പ്രത്യേക ഓഡിറ്റോറിയത്തിലാണ് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ തലസ്ഥാന നഗരിയിലും രാജ്ഭവനിലും തയ്യാറായി കഴിഞ്ഞു. ഒരുപക്ഷെ രാജി കണ്ട ഏറ്റവും വലിയ ശക്തനായ ഒരു ഗവർണർ കഴിഞ്ഞ 5 വർഷവും 4 മാസവും കേരളത്തിൽ അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാക്കി. ഒരുപക്ഷെ ഒരു രീതിയിലും സർക്കാരുമായി സന്ധി ചേരാതെ സർക്കാരിന്റെ കെടുകാര്യസ്ഥതകൾ ഓരോ തവണയും ചൂണ്ടിക്കാട്ടി സർക്കാരിനെ തിരുത്താൻ ശ്രമിച്ച ഒരു ഗവർണർ, അതായിരുന്നു മുൻപുണ്ടായിരുന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തിന്റെ അതേ പാത തന്നെ നിയുക്ത ഗവർണർ തുടരുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. സർക്കാർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുമോ, അതോ സർക്കാരിന്റെ കെടുകാര്യസ്ഥതകളും സ്വജനപക്ഷപാതവും സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ചില വഴിവിട്ട നിയമനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ പുതിയ ഗവർണറുടെ നിലപാട് നിർണായകമാകുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു സമയത്താണ് പുതിയ ഗവർണർ കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിയമസഭാ സമ്മേളനം അടക്കം ആരംഭിക്കാനിരിക്കുന്ന കാലമാണ്. നിയമസഭാ സമ്മേളനത്തിന്റെ തുടക്കം, പുതിയൊരു വർഷത്തിൽ നിയമസഭാ സമ്മേളനങ്ങൾ തുടങ്ങുമ്പോൾ അതിന്റെ നയപ്രഖ്യാപന പ്രസംഗം ഉൾപ്പെടെ പറയേണ്ടത്, അല്ലെങ്കിൽ അത് വായിക്കേണ്ടത്, അത് അവതരിപ്പിക്കേണ്ടത് ഗവർണറാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചുമതല കൂടി, അല്ലെങ്കിൽ ആ ഒരു നിർണായക ഘട്ടത്തിൽ കൂടിയാണ് പുതിയ ഗവർണർ കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിനായി കാത്തിരിക്കുകയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇവിടെ നിന്നും കാലാവധി പൂർത്തിയാക്കി ബീഹാറിലേക്ക് പോയ ഘട്ടത്തിൽ കൂടിയാണ് ബീഹാറിന്റെ ഗവർണറായിരുന്ന ബീഹാറിൽ നിന്നും അദ്ദേഹം അവിടുത്തെ പ്രതിനിധി, അല്ലെങ്കിൽ അവിടുത്തെ ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. വൈകിട്ട് 5 മണിയോടുകൂടി തിരുവനന്തപുരം ആഭ്യന്തര വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തും. ഊഷ്മളമായ സ്വീകരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നൽകാനുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളുമാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ യാത്രയയപ്പ് ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾ കണ്ടിരുന്നു. മൻമോഹൻ സിംഗിന്റെ വിയോഗം അടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തി ദുഃഖാചരണം നിലനിൽക്കുന്നതിനാൽ പഴയ ഗവർണർ, അല്ലെങ്കിൽ മുൻ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാന് കാര്യമായ രീതിയിൽ യാത്രയയപ്പ് ഒന്നും നൽകിയിരുന്നില്ല. രാജ്ഭവനിൽ പോലും അത്തരത്തിലൊരു ഔദ്യോഗിക യാത്രയയപ്പ് നൽകാനായി സാധിച്ചിരുന്നില്ല. എങ്കിൽ പോലും ഓരോ മലയാളികളുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ച ശേഷമാണ് അദ്ദേഹം കേരളത്തിൽ നിന്നും ബീഹാറിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ബീഹാറിലേക്ക് പോയത്. എന്തായാലും അത്തരത്തിൽ ആ സ്ഥാനത്തേക്ക് പുതിയൊരാൾ എത്തുമ്പോൾ ഏറെ പ്രതീക്ഷയോടെയാണ് കേരള ജനത നോക്കിക്കാണുന്നത്. കേരളത്തിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ മുന്നിൽ നിന്ന് പരിഹരിക്കാനും അവരോടൊപ്പം നിൽക്കാനും, ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവരെ വരെ ചേർത്ത് നിർത്താനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനുമായി അവർക്കൊരു നാഥൻ വരികയാണ്. ആ നാഥനായി കാത്തിരിക്കുകയാണ് തലസ്ഥാനവും അനന്തപുരിയും. രോഹിണി. ശരി ശാലിനി. കേരളത്തിന്റെ നിയുക്ത ഗവർണറായി രാജേന്ദ്ര അർലേക്കർ ഇന്ന് തലസ്ഥാനത്ത് എത്തുകയാണ്. പുതുവർഷത്തിൽ അനന്തപുരിയിലെത്തുന്ന രാജേന്ദ്ര അർലേക്കർ നാളെയാണ് ചുമതലയേൽക്കുന്നത്. കേരളത്തിലെ 23ാമത്തെ ഗവർണറാണ് രാജേന്ദ്ര അർലേക്കർ. എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.